യശസ്വരീനായ സുപ്രസിദ്ധ നടൻ ആലുമൂടൻ ഒരു ചിത്രത്തിന് വേണ്ടിയിട്ട് ആലപ്പുഴയിലെ ബീച്ചിൽ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ധാരാളം ആളുകൾ ഇങ്ങനെ കടപ്പുറത്ത് കൂടിയിട്ടുണ്ട്. പലരും പലതരത്തിലുള്ള കമൻറ്റുകൾ വിളിച്ച് പറയും. ഇതൊക്കെ ഞങ്ങൾ എപ്പോഴും അനുഭവിക്കുന്നതാണ്. കമൻറ്റുകൾ എന്ന് പറയുന്നത് പലതും കേൾക്കാൻ രസമുള്ളതായിരിക്കില്ല. അതാണ് പ്രശ്നം. നല്ല കമൻറ്റുകൾ കൊള്ളാം, പക്ഷേ അത് നമ്മളിപ്പം ഒരു സ്ഥലത്ത് ചെന്നുപെട്ട് കഴിഞ്ഞാൽ കുറേ മണിക്കൂറുകൾ ആ സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് ആൾക്കൂട്ടമാവുമ്പോൾ ആരാണ് കമൻറ്റുകൾ, മോശമായ കമൻറ്റുകൾ വിളിച്ച് പറയുന്നത് എന്ന് ആർക്കും മനസ്സിലാവാത്തത് കൊണ്ട് ആ സ്വാതന്ത്ര്യമെടുത്ത് പലരും ഇങ്ങനെ വേറെ ആൾക്കാരുടെ പിന്നിലൊക്കെ നിന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ വിളിച്ച് പറയും. അപ്പോൾ ആലമുട ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആലമുടൻ തിരിഞ്ഞു നോക്കും, ആലമുട ഇങ്ങോട്ട് നോക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു നോക്കും. അങ്ങനെ മുഴുവൻ ആൾക്കാരെയും തൃപ്തിപ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പേര് വിളിക്കുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞ് നോക്കിയില്ല എന്ന് വരും. തിരിഞ്ഞ് നോക്കാതാകുമ്പോൾ അത്ര വലിയ ആളായിപ്പോയോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുകയും ചെയ്യും. അങ്ങനെ ഈ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരുത്തനെ അവിടുന്ന് വിളിച്ച് പറയാണ്, അത്ര വലിയ ജാടയൊന്നും വേണ്ട കേട്ടോ, ഇത് ഞങ്ങളുടെ കാശാണ് എന്ന് പറഞ്ഞു. ആലമുടൻ അങ്ങനെ ഇതാരാണ് വിളിച്ചു പറഞ്ഞതെന്ന് പതുക്കെ ഒന്ന് ശ്രദ്ധിച്ചു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് പതുക്കെ അവിടെയൊക്കെ നടന്ന് അവനോട് പറഞ്ഞു, ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അവനടുത്തേക്ക് വന്നു. എന്താണ് തൻ്റെ ജോലി എന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് മീൻപിടുത്താണ്. എന്തേ? അല്ല ഒന്നുമില്ല, ചോദിച്ചു എന്നേ ഉള്ളൂ. താൻ കടലിൽ പോയി മീൻ പിടിക്കുന്നു, എന്നെപ്പോലെയുള്ള ആളുകളത് വാങ്ങുന്നത് കൊണ്ടാണ് തനിക്ക് ആ മീൻ വിൽക്കാൻ പറ്റുന്നത്. ആ വിറ്റ കാശ് കൊണ്ടല്ലേ താൻ ജീവിക്കുന്നത്? അല്ലെങ്കിൽ ആ ഞാൻ തന്ന കാശ് തന്നെയല്ലേ എൻ്റെ സിനിമ കാണാൻ വേണ്ടി താൻ ടിക്കറ്റ് എടുക്കുന്നത്? അങ്ങനെ അദ്ദേഹം ചോദിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും പിന്നെ ഞാനാണ് ഇവരെ നിലനിർത്തുന്നത്, ഞാനാണ് പിന്നെ ജീവിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ആലമുടൻ ചോദിച്ചതുപോലുള്ളൊരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ഈ കാര്യത്തിൽ മാത്രമല്ല, ഈ കമൻറ്റിൻ്റെ കാര്യത്തിൽ ആളുകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പല ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചും കേട്ടിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ഈ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുമ്പോൾ എല്ലാവരെയും ഇങ്ങനെ മൈൻഡ് ചെയ്യുക. ഇവരെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം, എന്താ നമ്മളെയൊന്നും ഒരു മൈൻഡില്ലാത്തത്? ഒരു ദിവസം മമ്മൂട്ടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അല്ല മൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പോഴല്ലേ ആദ്യമായിട്ട് കാണുന്നത്, കണ്ട് പരിചയമൊക്കെ ആയി കഴിഞ്ഞാലല്ലേ മൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മൈൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നു കൂടുന്ന ആളുകൾ എടുക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരോടും ഈ പറഞ്ഞതുപോലെ സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് മമ്മൂട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്നോട് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു, മമ്മൂട്ടിക്ക് ഭയങ്കര ഹെഡ് വെയിറ്റ് ആണല്ലേ എന്ന് എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, അദ്ദേഹത്തിൻ്റെ ഹെഡ് ഏകദേശം ഒരു 25 കിലോ കാണുമായിരിക്കും. എനിക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, അദ്ദേഹം ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു, ആ കഥാപാത്രം നിങ്ങളെ രസിപ്പിക്കുന്നുണ്ടോ, ആ കഥാപാത്രത്തെ അദ്ദേഹം നന്നായി അവതരിപ്പിക്കുന്നുണ്ടോ എങ്കിൽ പ്രേക്ഷകർ അത് അംഗീകരിക്കും. അദ്ദേഹം മോശമായിട്ടാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതെങ്കിൽ മോശമായ രീതിയിലുള്ള അംഗീകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അതിനപ്പുറത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ്, കള്ളനാണോ കള്ളുടിയനാണോ, ഇതൊന്നും അദ്ദേഹത്തിന് ഹെഡ് വെയിറ്റ് ഉണ്ടോ, ഹെഡ് വെയിറ്റ് തീരെ ഇല്ലേ, ഇതൊന്നും നമ്മൾ ആലോചിക്കേണ്ട വിഷയങ്ങളേ അല്ല. സിനിമയിലുള്ള നടന്മാരും നടികളും മനുഷ്യരാണോ മരമാണോ കല്ലാണോ എന്നൊക്കെ പലർക്കും സംശയമുള്ളതായിട്ട് പല അനുഭവങ്ങളിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കുറച്ച് കാലം മുമ്പ് കോഴിക്കോട് അപ്സര എന്ന് പറയുന്ന സിനിമാ തിയേറ്ററിൽ ഞാനും നാനയിലെ അന്ന് എഴുതിക്കൊണ്ടിരുന്ന പല്ലിശ്ശേരി എന്ന് പറയുന്ന സുഹൃത്തും കൂടി ഇൻസ്പെക്ടർ ബൽറാം, മമ്മൂട്ടി നായകനായി അഭിനയിക്കുന്ന ഒരു സിനിമ കാണാൻ പോയതാണ്. അപ്പോൾ ഞങ്ങളൊരു ഹോട്ടൽ മഹാറാണിയിൽ നിന്നൊരു കാറിലാണ് ഞാനും പല്ലിശ്ശേരിയും കൂടി അപ്സര തിയേറ്ററിലെത്തിയത്. അപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ആ വന്ന കാറ് പുറത്ത് നിർത്തേണ്ടി വന്നുകൊണ്ട് ആൾക്കൂട്ടത്തിനിടയിൽ കാറിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ആ കാറ് വരുന്നത് വരെയും പ്രധാന ഗേറ്റിൻ്റെ അടുത്ത് കുറേ സമയം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിൽക്കേണ്ടതായി വന്നു. അപ്പോൾ ഈ ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞ് വരുന്ന ആളുകൾ മുഴുവൻ, ഞങ്ങൾ നേരത്തെ ഇറങ്ങി പോകാൻ ശ്രമിച്ചപ്പോൾ നടക്കാതെ വന്നതാണ്, ഈ ആളുകൾ മുഴുവൻ ഞങ്ങൾ രണ്ടുപേരുടെയും ചുറ്റും കൂടി. ഞങ്ങൾ രണ്ടുപേരുടെ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഞാനെന്ന് പറയുന്ന സിനിമയിലെ ആളിനെ കാണാനും ഒക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ അതിന് തന്നെയാണ് പ്രധാനമായിട്ട്. അന്നും ധാരാളം സിനിമകളിൽ തമാശ വേഷങ്ങൾ ചെയ്ത ഒരാളെന്ന രീതിയിൽ
ആളുകൾക്കൊക്കെ നോക്കി ചിരിക്കുക, കൊഞ്ഞനം കുത്തുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളും തമാശ റോളുകൾ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് ജനങ്ങൾ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ എൻ്റെ അടുത്തും കാണിച്ചു. പക്ഷേ ഈ സമയത്തിനുള്ളിൽ കാറ് വരാതിരുന്നു. കാറിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഈ സമയം കൊണ്ട് ആളുകൾ എൻ്റെ അടുത്തേക്ക് വരികയും ഒരാളല്ല, രണ്ടാളല്ല, 10 ആളല്ല, അവർക്ക് ആവേശം മൂത്തിട്ട്, എന്നുവെച്ചാൽ ഈ പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇത് മനുഷ്യനാണെന്നുള്ള കാര്യം മറന്ന് എന്നെ ആദ്യം ഒന്ന് തോണ്ടുക, പിന്നെ മാന്തുക, പിന്നെ അവിടെ ഇവിടെയൊക്കെ പിടിക്കുക. ഇങ്ങനെ ഞാനാകെ വശം കിട്ടും എന്ന് പറഞ്ഞാൽ, ശരിക്ക് സത്യമായി പറഞ്ഞാൽ വളരെ മൃഗീയമായ രീതിയിൽ. കാരണം എന്താ വെച്ചാൽ തമാശക്കാരന് വികാരങ്ങളുണ്ടാവില്ല, അവനെപ്പോഴും ആളുകളെ ചിരിപ്പിക്കലുള്ളൂ എന്ന തോന്നലോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ വശം കെട്ടു. ഒരു ഘട്ടമെത്തിയപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, എൻ്റെ ബോധം നശിച്ചു. ഞാൻ എൻ്റെ 2 കൈയും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി 2 കൈയും വീശി എന്തൊക്കെയോ ചെയ്തു. ആരെയൊക്കെയോ തല്ലുന്നത് പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തല്ലണമെന്നും അവിടുന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗമില്ല. ഈ സംഗതി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തൊട്ടടുത്ത ഒരു കാറിലുള്ള ആൾ എന്നോട് പറഞ്ഞു, ഇതിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാനും പല്ലിശ്ശേരിയും ആ കാറിനകത്ത് കയറുകയും ഹോട്ടലിലെത്തുകയും ചെയ്തു. എൻ്റെ കൈയൊക്കെ വേദനിക്കുകയൊക്കെ ചെയ്തു. ആരെയൊക്കെയാണ് തല്ലിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഹോട്ടലിലെത്തിയപ്പോൾ എൻ്റെ സുഹൃത്ത് പല്ലിശ്ശേരി പറഞ്ഞു, നിങ്ങൾ കുറേ പേരെ തല്ലി, പക്ഷേ എല്ലാ അടിയും എനിക്കാണ് കിട്ടിയതെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ആളുകൾ പെരുമാറുന്നത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിലുള്ള എല്ലാവരും ഇങ്ങനെ പെരുമാറുന്നവരാണ് എന്ന വിശ്വാസമൊന്നും എനിക്കില്ല. വളരെ വളരെ ജെന്യുവനായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കിയും പെരുമാറുന്നവരാണ് കേരളീയരുടെ അധികവും. പക്ഷേ ഒരു വിഭാഗം ഇങ്ങനെയാണ്. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിയായ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണെന്നാണ് ഇങ്ങനെ ആളുകൾ പെരുമാറുന്നതിൻ്റെ കാരണം. ശരിയായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ IAS അങ്ങനെയൊന്നുമല്ല. അങ്ങനെയുള്ള ഡിഗ്രി ഉള്ളവരും മോശമായിട്ടൊക്കെ ഔചിത്യബോധമില്ലാതെയൊക്കെ പെരുമാറുന്നത് എനിക്ക് കാണാനിടയായിട്ടുണ്ട്. പ്രശ്നം എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ നല്ലൊരു സാമൂഹ്യ ജീവിയായി വികാസം പ്രാപിക്കാനുള്ള ഒരു പരിശീലനമാണ് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൊണ്ട് അങ്ങനെ ഒരു നല്ല സാമൂഹ്യ ജീവിയായ ഒരു മനുഷ്യന് നമ്മുടെ നാട്ടിൽ മാറാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് തന്നെ കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ധാരണകൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉള്ള സന്തോഷം ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ തന്നെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനും ഇത്തരം വായനകൾ സാധിക്കും. നല്ല പുസ്തകങ്ങൾ, നല്ല വായനയ്ക്ക് പ്രയോജനപ്പെടുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്ന് അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയും ഒക്കെ ധാരാളം വായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.